കുടുംബത്ത് ഓരോരോ പ്രശ്നങ്ങൾ മാറി വരുന്നത് കൊണ്ട് തന്നെ മാറി വരുന്നത് കൊണ്ട് ചന്ദ്ര രവിയോട് പറയുന്നുണ്ട്, ഞാനേ അമ്മയൊന്ന് കണ്ടിട്ട് വരാം. ആറമ്മ, എന്റെ അമ്മയോ അതോ നിന്റെ അമ്മയോ? നമ്മുടെ രണ്ടുപേരുടെ അമ്മയല്ല. ഞാൻ എന്നും കാണാൻ പോന്ന ഒരു സ്വാമിജി ഉണ്ടല്ലോ, ആ അമ്മയെ പോയി കണ്ടിട്ട് വരാം എന്ന് പറയുന്നുണ്ട്. രവി പറയാണ്, നീ എന്തൊക്കെയാ പറയുന്നേ? അവരെ ഒരു കള്ള സ്വാമിയാ, അവരുടെ അടുത്തൊന്നും കാണാൻ പോവണ്ട. നിനക്ക് അങ്ങനെയൊക്കെ പറയാം, അവരെ ശക്തിയുള്ള സ്വാമിയാ. ആര് പറഞ്ഞു? അവര് പറഞ്ഞ എന്തെങ്കിലും കാര്യം ഇതുവരെ നടന്നിട്ടുണ്ടോ? അവരാളുകളെ പറ്റിച്ച് ജീവിക്കുന്നവരാണെന്ന് എല്ലാവർക്കും അറിയാം. അവര് പണ്ടേ ഒരു ഫ്രോഡായിരുന്നു, ഇപ്പൊ അവരതിന്റെ ബാക്കിയാ. നിന്നെ പോലെ കുറെ മണ്ടികള് വിശ്വസിക്കാനും. നീ ആ കൊടുക്കുന്ന പൈസ വല്ല പാവങ്ങൾക്കും കൊടുത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചാലേ ആ ഗുണം കൂടി നിനക്ക് നിന്റെ മക്കൾക്കും കിട്ടും എന്ന് രവി പറയുമ്പോ ചന്ദ്ര പറയാണ്, നിങ്ങൾ അങ്ങനെ പറയുള്ളൂ, നിങ്ങൾക്ക് ആരും വിശ്വാസം ഇല്ലല്ലോ. എന്തായാലും എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഞാൻ എന്തായാലും പോവാന്ന് പറഞ്ഞിട്ട് ചന്ദ്ര എവിടുന്ന് പോകുന്നുണ്ട്. രവി പറയാണ്, അല്ലെങ്കിലും ഞാൻ പറയുന്നതൊന്നും നിനക്ക് വിശ്വാസമല്ലല്ലോ, പൊയ്ക്കോ, എങ്ങോട്ടാന്ന് വെച്ചാ പൊയ്ക്കോ എന്നും പറഞ്ഞിട്ട് ചന്ദ്രനെ പറഞ്ഞു വിടുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ ആ സ്വാമിജിയെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. ശരിക്കും രവി പറഞ്ഞ പോലെ തന്നെ അവർ പക്കാ ഫ്രോഡാണ്. കാശിന് വേണ്ടി ദൈവത്തിന്റെ പേരും പറഞ്ഞ് അവരാളുകളെ പറ്റിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചന്ദ്ര വരവ് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ചന്ദ്ര ഓൾറെഡി മിക്കവാറും അവിടെ വരാറുള്ളതാണ്. നല്ല കാശും ചന്ദ്രയുടെ കയ്യിൽ നിന്നും മേടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ അവരെ പുകഴ്ത്തി പറഞ്ഞേക്കാമെന്നും കരുതിയിരിക്കുകയാണ് ഇവര്. ചന്ദ്ര വന്നപാടെ പറയുന്നുണ്ട്, അമ്മേ, എന്റെ വീട്ടില് ആകെപ്പാടെ പ്രശ്നമാണ്. എന്റെ രണ്ടാമത്തെ മകന്റെ ഭാര്യ വന്ന് കയറിയതോടെയാണ് എല്ലാം. എന്റെ 3 മക്കളുടെ വിവാഹം കഴിഞ്ഞു. അമ്മയ്ക്കറിയാലോ, മൂത്ത മകൻ സുധിയുടെ കാര്യവും സച്ചിയുടെ കാര്യവും ശ്രീകാന്തിന്റെ കാര്യമൊക്കെ എന്ന് പറയാണ്. അപ്പോഴേക്കും പൂജ ആ ഒരു സന്യാസിനി പറയുന്നുണ്ട്, മനസ്സിലായി, എനിക്ക് എല്ലാവരെയും അറിയാം. നിന്റെ രണ്ടാമത്തെ മരുമകളാണല്ലേ നിനക്ക് ദോഷം എന്ന് പറയുമ്പോൾ ഇവള് പറയുന്നുണ്ട്, അതേ അമ്മേ, ആ രണ്ടാമത്തവളാണ് എന്റെ വീട്ടിൽ നിന്ന് പോവേണ്ടത്. അവള് പോയാല് എന്റെ വീട് നന്നാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും സന്യാസിനി പറയുന്നുണ്ട്, അതിനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാം, അതുപോലെ അങ്ങ് കേട്ടാ മതി എന്നും പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാണ്. അവൻ നമ്മളെ കാണിക്കുന്നില്ല കേട്ടോ. എന്താന്ന് വെച്ചാല് വേറൊന്നുമല്ല, അവളെ പുറത്തിയടിക്കാനുള്ള കുറച്ച് കുറുക്കു വഴികൾ പറഞ്ഞു കൊടുക്കാണ്. മരുമകൾക്ക് അവിഹിതമുണ്ടെന്ന് പറഞ്ഞാല് ഏതൊരു മകനായാലും അവളെ കൊണ്ട് വീട്ടിലാക്കും. അതാണ് ആ സന്യാസിനി പറഞ്ഞു കൊടുത്തത്. എന്നാൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാമമ്മേ, അവള് പോയ എന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറൂലല്ലേ എന്ന് ചോദിക്കാണ്. പിന്നെ മാറില്ലേ, ബാക്കി 2 മക്കളും വലിയ കാശുകാരല്ലേ, ചന്ദ്രയ്ക്ക് അതല്ലേ ആവശ്യം. അവളെ പോലൊരു മരുമകളെ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല, അവളെ ആട്ട് പുറത്താക്കണം എന്നൊക്കെ പറയാണ്. ശരി അമ്മയെന്നും പറഞ്ഞിട്ട് അവർ ചോദിച്ച് ദക്ഷിണയും കൊടുത്തിട്ട് ചന്ദ്ര അവിടുന്ന് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് അമ്പലത്തിലേക്ക് കയറിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചേക്കാന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് കയറാണ്. ആ സമയത്ത് അവിടെ ഒരു പൂജാരി ഇരിക്കുന്നത് ചന്ദ്ര കാണുന്നുണ്ട്. ചന്ദ്രയാണെങ്കിലോ പോയെന്ന് അനുഗ്രഹം വാങ്ങിച്ചേക്കാന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയം പൂജാരി കണ്ണു തുറന്ന് ചന്ദ്ര ഒന്ന് നോക്കാണ്. എന്താ, മനസ്സ് നിറയെ കൊടിയ വിഷമാണല്ലോ എന്ന് പറയുമ്പം, അയ്യോ സ്വാമിജി, എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കാണ്. അല്ല, എവിടെയോ പോയിട്ട് ഒരു കള്ള ആസാമിയുടെ അടുത്ത് പോയിട്ട് അവിടുന്ന് മരുമകളെ തുരത്തി ഓടിക്കാനുള്ള ആയുധവും കൊണ്ട് പോവാണല്ലേ എന്ന് പറയുന്ന കേൾക്കുമ്പോഴേക്കും ഇവള് ഞെട്ടി വിറക്കാണ്. താൻ കുറച്ചു മുമ്പേ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളല്ലേ ഈ സ്വാമിജി പറയുന്നത്. അത് കേട്ട് അവൾ ആകെപ്പാടെ ഞെട്ടി നിൽക്കാണ്. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിക്കാണ്. അതെ സ്വാമിജി, അവര് ശക്തിയുള്ള അമ്മയല്ലേ എന്ന് പറയുമ്പം, അല്ല, അവർ മനസ്സ് നിറയെ കള്ളമാണ്. അവർ മനസ്സൊരിക്കലും സന്യസിച്ചിട്ടില്ല. അവർ ശരീരവും മനസ്സും ഒരിക്കലും സന്യസിച്ചിട്ടില്ല. അവര് കാണിക്കുന്നെല്ലാം വെറും കള്ളമാണ് എന്നും പറഞ്ഞ് ഇവര് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോ ചന്ദ്രയ്ക്ക് ആകെപ്പാടെ മനസ്സിനുള്ളത് വിഷമമാകുന്നുണ്ട്. രവി പറഞ്ഞതാണല്ലോ അവരൊരു കള്ള സന്യാസിനിയാണെന്ന്. ആ പേരും പറഞ്ഞ് ഒരുപാട് തുക നമ്മുടെ ചന്ദ്രൻ കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. സ്വാമിജി, അതല്ല, എന്റെ വീട്ടില് ആകെപ്പാടെ പ്രശ്നങ്ങളാണ്. ഓരോ ദിവസവും മാറി മാറി ഓരോ പ്രശ്നങ്ങൾ വന്നോണ്ടിരിക്കുക. എനിക്ക് 3 ആൺമക്കളാണ്. 3 പേരും വിവാഹം കഴിച്ചു. എന്നാൽ രണ്ടാമത്തോളെ കൊണ്ടാണ് ഒന്നിനും സഹിക്കാൻ വയ്യാത്തത്. അവളെ കൊണ്ട് ഒരു തരത്തിലും വയ്യ. എന്നും വീട്ടിൽ അടിയും ബഹളമാണ്. ബാക്കി 2 മരുമക്കളെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴേക്കും സ്വാമിജി ചോദിക്കാണ്, എനിക്കത് മനസ്സിലായി. കാശിന് മാത്രം മുൻതൂക്കം നൽകുന്നവരാണ് നിങ്ങൾ.
അതുകൊണ്ടാ നിങ്ങളുടെ മൂത്ത മരുമകളെയും ഇളയ മരുമകളെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷേങ്കിൽ നിങ്ങളുടെ നടുക്കത്തെ മരുമകളാണ് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്നത് എന്ന് പറയുന്നുണ്ട്. സ്വാമിജി എന്തായി പറയുന്നേ? അവളൊരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചവളാ. എന്റെ ഭർത്താവിന്റെ പിടിവാശി മൂലം അതുകൊണ്ടാണ് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു തന്നെ. അല്ലെങ്കിൽ ഒരിക്കലും അവളെ പോലെ ഒരുത്തി ഞാൻ വീട്ടിലേക്ക് കയറ്റില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. സ്വാമിജി ചോദിക്കാണ്, അല്ല ചന്ദ്രയ്ക്ക് എന്തുമാത്രം സ്വത്തുണ്ടെന്ന് ചോദിക്കുമ്പം അത് പിന്നെ വീടും സ്ഥലവും എന്റെ പേരിലാണ് ആണല്ലോ, വേറെ ഒന്നും ചന്ദ്രയ്ക്ക് അവകാശപ്പെട്ടതില്ലല്ലോ. ചന്ദ്രയുടെ കുടുംബത്തും വലിയ കാശൊന്നും ഇല്ലാത്തവരല്ലേ, പിന്നെ എന്തിനാ വന്നു കയറി മരുമകൾ മാത്രം സമ്പത്തുണ്ടാവണമെന്ന് ആലോചിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ചന്ദ്രയ്ക്ക് മറുപടിയൊന്നും പറയാനില്ലാതെ വാക്കുകൾ മുട്ടി നിൽക്കുകയാണ്. സ്വാമിജി പറയാണ്, കയറി വരുന്ന പെൺകുട്ടികളുടെ പണമോ സ്വർണമോ കുടുംബമോ അല്ല നോക്കേണ്ടത്, അവരുടെ മനസ്സിന്റെ ശുദ്ധിയാണ് എന്ന് പറയുന്നുണ്ട്. നിന്റെ മരുമകൾക്ക് അതെന്തായാലും ഇല്ല എന്ന് പറയുമ്പം, അയ്യോ സ്വാമിജി, അവളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ മരുമകൾ എന്ന് പറയുമ്പം, എന്നാൽ നീ കേട്ടോ, അവളാണ് നിന്നെ ഏറ്റവും അധികം സങ്കടത്തിലാക്കാൻ പോകുന്നത്. നിന്നെ അവള് ചതിച്ചുകൊണ്ടിരിക്കുക, നിന്നെ മാത്രല്ല നിന്റെ മകനെയും എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ഞെട്ടുന്നുണ്ട്. എന്താ സ്വാമിജി പറഞ്ഞെന്ന് ചോദിക്കാണ്. അതൊക്കെ നിനക്ക് വഴിയെ മനസ്സിലാവും, അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ എനിക്ക് അനുവാദമില്ല എന്ന് ആ സ്വാമിജി പറയുന്നുണ്ട്. പക്ഷേ നിന്റെ രണ്ടാമത്തെ മരുമകൾ അവൾ നിന്റെ വീടിന്റെ വിളക്കാണ്, നിന്റെ അനുഗ്രഹവും അവള് തന്നെയാണ്. നിന്റെ രണ്ടാമത്തെ മകനെ നിനക്ക് എത്രത്തോളം വെറുപ്പുണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷെങ്കിൽ അവന്റെ ജീവിതത്തിലേക്ക് വന്നു കയറിയ ഒരു വെളിച്ചമാണത്. എല്ലാ സത്യങ്ങളും ഒരു നാൾ എല്ലാവരും പുറത്തറിയും. അന്ന് നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. എല്ലാം ഓർത്ത് നിന്റെ രണ്ടാമത്തെ മകന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. മറച്ചു വെച്ച രഹസ്യങ്ങൾ എല്ലാരും അറിയുമ്പോ നീ ഒരുപാട് ദുഃഖിക്കും. അവന്റെ കാൽക്കൽ വീണ് നീ മാപ്പ് ചോദിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. സ്വാമിജി എന്തൊക്കെയാ പറഞ്ഞ ചോദിക്കുമ്പം, അതൊക്കെ നിനക്ക് വഴിയെ മനസ്സിലായിക്കോളും. പക്ഷെങ്കിൽ നിന്റെ മൂത്ത മരുമകളെ കൊണ്ട് നീ ഒരുപാട് അപവാദം സഹിക്കേണ്ടിയിരിക്കുന്നു, ഒരുപാട് മനക്ലേശങ്ങളും മാനഹാനിയും ഒക്കെ അനുഭവിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ സ്വാമിജി പറഞ്ഞു കേട്ട് ഇവള് ഞെട്ടി നിൽക്കാണ്. ശരി, ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല, അതുകൊണ്ട് പോയിക്കോ. ഇനി നടുക്കത്തെ മരുമകളെ ഉപദ്രവിക്കാൻ നീ ശ്രമിച്ചാല് അതിനുള്ള ശിക്ഷ ദൈവത്തിന്റെ പക്കൽ നിന്നും നിനക്ക് കിട്ടിക്കൊള്ളുമെന്നും പറഞ്ഞിട്ടാണ് സ്വാമിജി അവിടുന്ന് പറഞ്ഞയക്കുന്നത്. ഇതൊക്കെ കേട്ട് ആകെപ്പാടെ മെന്റലി നല്ല കൺഫ്യൂഷനായിട്ടാണ് അവൾ അവിടെ നിന്നും പോകുന്നത്. നേരെ രവിയുടെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും രവി ചോദിക്കാണ്, അല്ല എന്ത് പറഞ്ഞു നിന്റെ സന്യാസിനി അമ്മ? അത് പിന്നെ അവരുടെ അടുത്ത് പോയപ്പോ എന്നോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താ പറഞ്ഞെന്ന് ചോദിച്ചത്. അത് പിന്നെ അതിനുശേഷം ഞാൻ അമ്പലത്തിലേക്ക് പോയി. അവിടെ വെച്ച് ഞാൻ പൂജാരിയെ കണ്ടപ്പോ ആ പൂജാരി കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം പറയാം. ഞാൻ ആ കണ്ട സന്യാസിനി കള്ളസന്യാസിനിയാണെന്നും അതുപോലെ തന്നെ എന്റെ ഇളയ നടുക്കത്തെ മരുമകളാണ് എനിക്ക് ഭാഗ്യം തരുന്നതൊക്കെ പറഞ്ഞു. പക്ഷെ അതിലൊന്നും എനിക്ക് വിശ്വാസമായിട്ടില്ല എന്ന് പറയുമ്പം, ഇതാ നിന്റെ കുഴപ്പം, സത്യം ആര് പറഞ്ഞാലും അത് നിനക്ക് വിശ്വാസം ആവില്ല. പിന്നെ എന്റെ ശ്രുതിമോളെ കൊണ്ട് ഞാൻ അപവാദം സഹിക്കുമെന്ന് അപമാനിക്കപ്പെടുമെന്നൊക്കെയാ അയാള് പറഞ്ഞത്. മൂടി വെച്ച സത്യം എന്നായാലും പെട്ടെന്ന് പുറത്തേക്ക് വരുന്ന അയാള് പറഞ്ഞെന്നൊക്കെ ഇവള് പറയുമ്പം, ഇതൊക്കെ ഒളിഞ്ഞിന്ന് മാറി കേക്കാണ് നമ്മുടെ ശ്രുതിക്കപ്പോ ചങ്കിനകത്തൊരു പെടച്ചിലുണ്ട് കേട്ടോ. സത്യങ്ങളെല്ലാം അറിയുന്നാണല്ലോ ആ പൂജാരി പറഞ്ഞിരിക്കുന്നത്. ഈശ്വര, അതെങ്ങാനും അറിഞ്ഞാൽ തീർന്നു. പിന്നെ എന്റെ ഈ ഒരു സന്തോഷവും ഈ ഒരു കുടുംബവും എല്ലാം നഷ്ടമാകുമല്ലോ എന്നൊക്കെ ഓർത്ത് ശ്രുതിയോട് സങ്കടപ്പെട്ട് നിൽക്കാണ്. രവി പറയുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞതുപോലെ നടുക്കത്തെ മരുമകളെ സ്നേഹിച്ചും സേവിച്ചും നീ ജീവിച്ചോ, അതാ നിനക്ക് നല്ലത്. നീന്ന് കിടപ്പിലായാൽ പോലും നിന്റെ രണ്ട് മരുമക്കളും തിരിഞ്ഞു നോക്കില്ല. അത് നീ ഓർത്തോ. നിനക്ക് ആ സമയത്തും എന്തെങ്കിലും വെള്ളം തരാനും നിന്റെ രേവതി മാത്രമേ കാണുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ രവിയേട്ടാ, അതൊന്നും എനിക്ക് വിശ്വാസമായിട്ടില്ല. പിന്നെ ഞാൻ നോക്കട്ടെ, അദ്ദേഹം പറഞ്ഞതുപോലെ എന്തൊക്കെയോ സത്യങ്ങൾ പുറത്താകും. അപ്പൊ ഞാൻ സച്ചിയെ സ്നേഹിക്കുന്നൊക്കെയാ അദ്ദേഹം പറയുന്നത്. സച്ചിയുടെ എനിക്ക് വെറുപ്പാന്ന് വരെ ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ സച്ചിയെ സ്നേഹിക്കുന്ന്. അവന്റെ സ്വഭാവത്തിന് അവനെ ആരാ സ്നേഹിക്കാന്നും പറഞ്ഞിട്ട് ചന്ദ്ര അകത്തേക്ക് കയറിപ്പോവാണ്. അത് കേൾക്കുമ്പോ നമ്മുടെ രവിയുടെ ഉള്ളെന്ന് പിടയ്ക്കുന്നുണ്ട്. രവിക്കും ശ്രുതിക്കും സച്ചിക്കും മാത്രം പറയാവുന്ന കുറെ രഹസ്യങ്ങളുണ്ടല്ലോ, അതെങ്ങാനും വെളിവാകുമെന്നാണ് ആ പൂജാരി പറഞ്ഞിരിക്കുന്നത്. അതും പറഞ്ഞതാരോടാണ്? ചന്ദ്രയോട്. ചന്ദ്ര അത് വിശ്വസിച്ചില്ലെങ്കിലും അവന് മനസ്സിലാകുന്നുണ്ട് അതെന്നായാലും ഒരിക്കൽ പുറത്തറിയും. അന്ന് ചന്ദ്ര അവന്റെ കാലുകൾ വീണ് മാപ്പപേക്ഷിക്കും എന്നൊക്കെ രവിയും അവിടെ ഓർത്തുകൊണ്ട് ആ സിറ്റൗട്ടിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ഇതുപോലെ ചെമ്മനീർ പൂവിന്റെ വരാൻ പോകുന്ന സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.